സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കലവറ നോക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാ വെണ്ടയ്ക്കയാണ് ഞാൻ കണ്ടത് ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇന്ന് വെണ്ടയ്ക്ക് വെച്ചിട്ടുള്ള എന്തോ ഒരു ഫുഡ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നോൺ വെജ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ നോക്കിയത് വെച്ചിട്ട് വെണ്ടക്ക വെച്ചിട്ടുള്ള എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയുള്ളി വെച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും ഒരു കറിക്ക് വേണ്ട എല്ലാ ഐറ്റംസും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഷെഫിനെ വിളിക്കണമല്ലോ. ഷെഫിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഷെഫ് നളനെ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രാവൽ എന്തൂസിയാസ്റ്റ് എന്ന് വിളിക്കാം. കാരണം മുംബൈയിലേക്ക് ട്രാവൽ ചെയ്യുന്നു, ശ്രീലങ്ക ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു മാസം മൊത്തം ഫുൾ തിരക്ക് പിടിച്ചൊരു ജീവിതമായിരുന്നു ഷെഫിന്. അതെന്തൊക്കെയാണ് റീസൺസ്, എവിടെയാണ് പോയത്, എന്തൊക്കെയോ പ്രത്യേക അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ സൈഡിൽ നമുക്ക് കുക്കിംഗ് കൂടെ നടക്കാം അല്ലേ. സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നളൻ. നമസ്കാരം, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് മുംബൈയിലേക്ക് പോകുന്നു. സ്റ്റോറിയൊക്കെ കാണുന്ന സമയത്ത് ശ്രീലങ്കയിലോട്ട് ഫുൾ ചെത്തി താരെടുത്ത് അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എന്താണ് നടക്കുന്നത്. അപ്പൊ ഷെഫ് പറയൂ. ശ്രീലങ്കയിൽ നമുക്ക് ഓസ്ട്രേലിയൻ മാസ്റ്റർ ഷെഫിന്റെ പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് പോയി. ഓസ്ട്രേലിയൻ മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞ വലിയൊരു ബിഗ് പ്രോഗ്രാമാണ്. അതിന്റെ ഗസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടെ വെച്ച് നമുക്ക് ഓസ്ട്രേലിയൻ അംബാസിഡർ പരിചയപ്പെടാൻ പറ്റി. പിന്നെ അതേപോലെ ശ്രീലങ്കയുടെ ഡയറക്ടർ ജനറലിനെ പരിചയപ്പെടാൻ പറ്റി. ടൂറിസം ചെയർമാനെ പരിചയപ്പെടാൻ പറ്റി. അവിടുത്തെ ടൂറിസം പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളെ കേരളീയൻ വിഭവങ്ങളെ പറ്റി ഒരു സെഷൻ കൊടുക്കാൻ പറ്റി. അതൊക്കെ ഒരു ഭയങ്കര നേട്ടമായിരുന്നു. പിന്നെ ബോംബെ പോയത് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്ററുടെ OSDയുടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ്. എന്നിട്ട് അവിടെയും ഡിസ്കഷൻ നടക്കുകയാണ്. എല്ലാം നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് അടിപൊളിയായിട്ട് വരണം. അപ്പൊ നമുക്കല്ല നമ്മളുടെ ഗവൺമെന്റ് എക്സലൻസി അവാർഡ്, ഇൻഡിജീനിയസ് അവാർഡ്, അതെ അതിനെ പറ്റി പറഞ്ഞില്ല ഞാൻ. അതാണ് ആദ്യം പറഞ്ഞ അവാർഡ് എന്നൊക്കെ പറഞ്ഞു. വന്നിട്ട് വെസ്റ്റ് ബംഗാൾ ഞാൻ 7 ദിവസം കുബേരനായിരുന്നു. ഈ സിനിമ കുബേര സിനിമ ദിലീപിന്റെ 7 ദിവസം രാവിലെ എണീക്കുക, സാർ എന്താ കഴിക്കുക, എന്നതോ എന്ത് കുടിക്കുന്നു. ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കിട്ടും, പിന്നെന്താ പൈനാപ്പിൾ എല്ലാം. പിന്നെ അതിനുശേഷം നമുക്ക് അവിടെ ഒരു സദ്യ വിളമ്പാൻ പറ്റി. അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പം ഗോഡ് ബ്ലെസ് നമ്മളെ ശംഖുപുഷ്പത്തിനെ പറ്റി സംസാരിച്ചു. അപ്പം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിനകത്ത് നമ്മളെ ബ്ലൂ ടീ ഫ്ലവറിൻ്റെ ടീ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കുമെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അതും ഇന്ത്യയുടെ ഏറ്റവും വലിയ പാലസ്, ഗവർണർ പാലസിൽ 7 ദിവസം ഗസ്റ്റായി താമസിക്കാൻ. നമുക്കപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു വിളിക്കണ്ടേ? അതെ, നമ്മളൊരു വിചിത്രമായ വൈവിധ്യമായ ഒരു ഗസ്റ്റിനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ ഷോയില് ഈ പ്രൊഫഷനുള്ള ഒരു ഗസ്റ്റ് വന്നിട്ടില്ല. അത് മാത്രമല്ല, ഈ ഗസ്റ്റിന്റെ കയ്യിലൊരു മാജിക് ഉണ്ട്. എനിക്ക് ഈ മാജിക്കിനോട് ഭയങ്കര താല്പര്യം. ഞാനൊരു ലോജിക്കൽ പേഴ്സൺ അല്ല, അല്ലേ? പച്ചയ്ക്ക് പറയാനല്ല. നമുക്കൊന്ന് പ്രസന്റ് ചെയ്താൽ വെൽക്കം ചെയ്യണ്ടേ? വെൽക്കം ചെയ്യുന്നതിന് മുമ്പേ ഇച്ചിരി ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്ത് ടെൻഷൻ, ചുമ്മാ അഭിനയിക്കുന്നതാണെന്നാണ് തോന്നുന്നത് അല്ലേ? ഒരു ദിവസം 10-200 പേഷ്യൻസിനെ കാണുന്ന ഈ ഡോക്ടർ അവരല്ലേ നാളെ അല്ലേ? പിന്നെ ഒരു സുന്ദരിയാണ്, നല്ല സ്പെഷ്യൽ ബ്യൂട്ടിഫുൾ ഐസ് ഉള്ള ഒരു ഡോക്ടറാണ്. ഇതൊക്കെ ഞാൻ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഭംഗിയെ കണ്ടാണ് പറഞ്ഞത്. ഇൻവൈറ്റ് ചെയ്താലോ? സോ ലെറ്റ്സ് വെൽക്കം ദി വൺ ആൻഡ് ഓൺലി ഡോക്ടർ കൃഷ്ണപ്രിയ. ഹലോ, വെൽക്കം ടു ദി ഷോ. ഡോക്ടറാണെന്നും പറയത്തില്ല, ആദ്യമായിട്ടാണ് നമ്മുടെ ഷോയിൽ ഒരു ഡോക്ടർ വരുന്നത്. അതും ഇപ്പൊ നമ്മുടെ ഡോക്ടറിന്റെ തിങ്സും അതുപോലെ കുക്കിങ്ങും എല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കും ഇന്നത്തെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. ഇച്ചിരി ടെൻഷനാണോ? എന്താണ്? എന്തിനാ ഷെഫ് പറയൂ. എല്ലാ സ്ക്രീനിന്റെ ബാക്കിലല്ലേ പരിപാടി. ഡോക്ടറുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ എങ്ങനെയാണ്? എൻ്റെ പേര് പറഞ്ഞല്ലോ, ഡോക്ടർ കൃഷ്ണപ്രിയ. ഞാൻ പൾസ് ഡയഗ്നോസറാണ്. അതായത് ഞാൻ സിദ്ധയാണ് പഠിച്ചത്. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ 5.5 വർഷത്തെ ഡിഗ്രി പാസ്സായിട്ടാണ് വന്നത്. അതിനുശേഷം ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുകയാണ്. ഡോക്ടർ പൾസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അത് എറണാകുളത്താണ്. എറണാകുളം കാക്കനാട് തൃക്കാക്കര അമ്പലത്തിനടുത്താണ് സ്ഥാപനം ഉള്ളത്. പിന്നെ മാർസ്ലീവ മെഡിസിറ്റി പാലായിലും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അല്ല പറയാൻ പറ്റുമോ ചോദിക്കാൻ? ഷെഫ് ഒന്ന് കുറച്ചു നേരം
ഇരിക്കാൻ ഇങ്ങനെ ഇരിക്കാമായിരിക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നോർമലായിട്ട് ഇരിക്കാൻ? ചുമ്മാ നിന്നാൽ മതി, അബ്നോർമലായിരിക്കും. മൈഗ്രെയിൻ്റെ പൾസ് കാണിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ തലവേദന ഉണ്ടാവും, മിക്കവാറും സ്ട്രെസ് കൂടിയിട്ടുള്ള തലവേദനയാണ് വരാറ്. എന്തോത്തിന് തലയ്ക്കകത്ത് സ്ട്രെസ് വരാൻ? കോൺസെൻട്രേഷൻ കളയല്ലേ. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവുണ്ട് കൈകാൽ വിരലിലേക്കൊക്കെ. അത് മെയിനായിട്ട് നമുക്ക് എക്സസൈസ് കുറവാണ്. എക്സസൈസ് ഒന്ന് ചെയ്യണം. അതായത് കൂടുതലും നടക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ വാക്കിംഗ് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറച്ചും കൂടി കൂടും. അപ്പം നമുക്ക് ഒരു ശരീരത്തിന് ഒരു ഉന്മേഷമൊക്കെ കിട്ടും. സാധാരണയായിട്ട് മുടികൊഴിച്ചിൽ കാണിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി കുറവാണ്, അതുപോലെ തന്നെ HBയും കുറവാണ്. ഷെഫിന്റെ ഇപ്പൊ നോക്കി അങ്ങോട്ട് തരുന്നുണ്ടോ? അപ്പൊ ഞാൻ ഇതിനപ്പുറം ഒരു 11-10.5 ആ ഒരു റേഞ്ചിലായിരിക്കും HB ഒക്കെ നിൽക്കുന്നത്. പിന്നെ കൊളസ്ട്രോൾ 12-ന് മുകളിൽ. കൊളസ്ട്രോൾ ചെറുതായിട്ടുണ്ട്. LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ കാണിക്കുന്നുണ്ട്. ഷുഗറും ബോർഡറിലുണ്ട്, അതായത് പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ് കേട്ടോ. ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. തുടങ്ങാം. അപ്പൊ ഇത് ഇന്ന് നമ്മുടെ ഡോക്ടർ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വെജിറ്റേറിയൻ ഫുഡ് ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഷെഫ് അവിടെ ഉണ്ടാക്കുന്ന അതേ സംഭവങ്ങൾ നമ്മൾ ഇവിടെയും ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ട്രൈപ്ലൈ കുക്ക് വെയർ ആണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 3 ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് കുക്കിംഗ്. ആൻഡ് അലൂമിനിയം ഉള്ളിലത്തെ ലെയർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് അങ്ങനെ ടോക്സിൻസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഉണ്ടാവുന്ന കുക്ക് ചെയ്യുന്ന സമയത്ത്. ഡോക്ടർ വന്നതുകൊണ്ട് പ്രത്യേകം നോക്കി വാങ്ങിച്ചുകൊണ്ട് വന്ന ഡോക്ടർ ചെയ്തോളി. അതെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഓവൻ കുക്കിംഗ് നമ്മുടെ സ്റ്റവ് എല്ലാത്തിലും അത് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ചൂട് എല്ലായിടത്തും ഒരേപോലെ എത്തുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്ത് എല്ലാം എന്തൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. സോ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ഡിഷ് ആക്ച്വലി വെണ്ടയ്ക്ക വെച്ച് എന്താ കഴിച്ചിട്ടുണ്ട് ഡോക്ടർ? വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക തോരൻ വെക്കാലോ, സാമ്പാറിൽ. പിന്നെ നമ്മുടെ ഇത് കിച്ചടി. വെണ്ടയ്ക്ക കിച്ചടി ഉണ്ട്. അതൊക്കെ തന്നെയുള്ളൂ. അതല്ല, നമ്മളിന്ന് വെക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മുളകിട്ട കറി. വെണ്ടയ്ക്ക മുളകിട്ട് അപ്പൊ മീൻകറി പോലെ ഇരിക്കും. യെസ്. അപ്പൊ നമ്മൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് കഴിച്ച പോലെ തോന്നും, പക്ഷെ നോൺ വെജ് അല്ല. അതാണ് ഇന്നത്തെ. ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ അങ്ങനെ കറി? എല്ലാം ഷടപടേ ആയിക്കോട്ടെ. നമ്മള് ഇപ്പം വെണ്ടയ്ക്ക എടുത്തിട്ട് സൈഡ് ചെരിഞ്ഞിട്ട് കുഞ്ഞാന്ന് ചെരിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ഇപ്പം അരിയാണ്. അത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. നമ്മുടെ കുക്ക് വെയറിൽ കുറച്ചുകൂടി എണ്ണ വേണോ? ഡോക്ടർ നോക്കുന്ന പോലെ കേട്ടോ. ഞാൻ ഡോക്ടർ ഇത്ര മതി. എണ്ണ ഉപയോഗിക്കണ്ട. നമ്മൾ ഹെൽത്തി ആയിട്ടാണല്ലോ, ആരോഗ്യമായിട്ടാണ്. ഏത് ഡോക്ടറെ മുഖത്ത് നോക്കി ഞാൻ പറയും. ഓക്കെ, ഇടട്ടെ കിട്ടോ. അപ്പം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു, എന്നിട്ട് വെണ്ടയ്ക്ക അരിഞ്ഞ ശേഷം എണ്ണയ്ക്ക നമ്മൾ അതിനകത്ത് ഇട്ടേക്കുവാണ്. നമ്മൾ വെണ്ടയ്ക്ക ഇങ്ങനെ വാട്ടുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ അതിൽ ആ ഒരു സ്റ്റിക്കി നേച്ചർ മാറും. ഈ വെണ്ടയ്ക്കയ്ക്ക് നല്ല ഗുണമുണ്ട് കേട്ടോ. ആന്റി ഓക്സിഡൻസ് കൂടുതലാണ്, നല്ല റിച്ച് വിറ്റാമിൻസ്, ഫൈബർ ഒക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. അത് എന്നെ നോക്കിയിട്ട് പ്രീ ഡയബറ്റിക് ആണ് എന്നോട് പറഞ്ഞിട്ട് ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ് ഡോക്ടർ. അത് നോക്കി പറഞ്ഞു. ഇത് എണ്ണയിലൊന്ന് വാട്ടിയിട്ട് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാണ്. ഇത് ഉപയോഗിക്കാനുള്ള വെള്ളമാണ്. ജസ്റ്റ് വാട്ടിയാൽ മതി. ജസ്റ്റ് വാട്ടിയാൽ മതി. അപ്പൊ ഷെഫ് ആദ്യം പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഡോക്ടറിനെ മീറ്റ് ചെയ്തത്. പക്ഷെ ഡോക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എങ്ങനെയാണ് ഡോക്ടർ ആദ്യമായിട്ട് ഷെഫിനെ കാണുന്നത്? ഡോക്ടറുടെ ഹസ്ബൻഡ് ആണെങ്കിലും എങ്ങനെയാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്? എന്നിട്ട് ഷെഫിനെ ആദ്യമായിട്ട് കാണുന്നത് ക്ലിനിക്കിലാണ്. ക്ലിനിക്കിൽ വെച്ചിട്ടാണ്. ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആള് വഴിയാണ് ഷെഫ് ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്നത്. അപ്പോൾ അതല്ലാണ്ട് ഞാൻ ഷെഫിന് റീൽസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ കാണുന്ന കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ അറിയില്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു. ഞാൻ പിന്നെ അറിയാം. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ആ സമയം തൊട്ട് ഭയങ്കര ഫ്രണ്ട്സായി. പിന്നെ ഷെഫ് പറഞ്ഞ പോലെ തന്നെ ഷെഫിന്റെ കഞ്ഞി, അതാണ് ഞങ്ങളുടെ മെയിൻ പ്രോഡക്റ്റ്. കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു. പറഞ്ഞില്ല. അത് ഞാനും കണ്ടില്ല. അത് ഷെഫ് ഇങ്ങനത്തെ ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറയ്ക്കണം. ഫ്ലെയിം കുറയ്ക്കാൻ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇച്ചിരി ഇങ്ങനെ ആക്കിയാൽ മതി. ഇതൊരു പ്രത്യേകതരം ഗ്യാസ് സ്റ്റവ് ആയതുകൊണ്ട്. അയ്യോ കരിയുന്നു. വീട്ടിൽ പാചകമൊക്കെ ഉണ്ടോ ഡോക്ടറെ? എവിടാ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ എത്തിയിട്ട് വേണ്ടേ? രാവിലെ 5:30 ഇഞ്ചി ഇട്ടു. രാവിലെ 5:30 മണിക്ക് വീട്ടിൽ വെളുത്തുള്ളി ഇട്ടു. ഓക്കെ, നമുക്കിനി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയും കൂടെ ഇടാം.
എനിക്ക് മര്യാദയ്ക്ക് പറഞ്ഞിരുന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയും chef നെ അങ്ങനെയല്ല നമ്മൾ നോക്കണം അങ്ങോട്ട്. അതെ അല്ലേ അത് ശരി കുറച്ച് ഇതിടട്ടെ ഒന്ന് നോക്കി. ഡോക്ടർ വീട്ടിൽ എന്തൊക്കെയാ കുക്ക് ചെയ്യാറുള്ളത്? ഞങ്ങൾ വീട്ടിൽ കയറിയിട്ട് വേണ്ടേ കുക്ക് ചെയ്യാൻ? അല്ല കേട്ടോ, ഡോക്ടർ ഇട്ടോട്ടോ. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഇട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഞാൻ കേൾക്കേണ്ടി വരും. എന്തിനാ വെറുതെ എന്തൊരു വാസനയാണെന്നറിയോ അല്ലേ? എനിക്ക് ഇത് മൊത്തം ഇട്ടോട്ടോ ഷെഫ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ച ഭയങ്കര സ്മെല്ല നല്ല നല്ല മണം. ഇത് മൊത്തം ഇട്ടു. ഡോക്ടറിന്റെ അതായത് ഡോക്ടറിന്റെ ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? എന്റെ ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ഫുഡ് ചക്കപ്പുഴുക്ക്. ചിക്കൻ പുഴുക്കോ? ഞങ്ങൾ ചിക്കൻ പൊരിക്കില്ല, വെജിറ്റേറിയൻ ആണ്. ഇത് ഇട്ടു. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചാ. ആദ്യം വെളിച്ചെണ്ണ പാൻ ചൂടായപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് വെണ്ടയ്ക്ക ഇങ്ങനെ അരിഞ്ഞത് ഓക്കെ ഇട്ടു. ഒന്ന് മൂപ്പിച്ചു. ഒപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി കുനുകുന അരിഞ്ഞ ഇഞ്ചി അതിട്ടൊന്ന് മൂപ്പിച്ചതിന്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഇട്ട് മൂപ്പിച്ചു. അതിന്റെ കൂട്ടത്തിൽ നമ്മള് ഇത് എന്താ സവാള അതും കുനുകുന അരിഞ്ഞതിട്ട്. നമ്മൾ പറയുന്നത് കിരികിരി എന്നാണ്. ഞാൻ കുനുകുന ഷെഫാണ് കിരികിരി എന്നൊക്കെ പറയണത്. ഓക്കെ ഉപ്പിട്ടു നമ്മളല്ലേ? കറിവേപ്പില നേരത്തെ കറിവേപ്പില നമ്മൾ മൊത്തം എടുത്ത് അങ്ങോട്ട് ഇട്ടില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. കറിവേപ്പില കൂടുതലിട്ടോ കുഴപ്പമില്ല, കൊളസ്ട്രോൾ പറയാൻ നല്ലതാണ്. ഇത് എരിവില്ലാത്ത മുളക് പൊടി. ആദ്യം എരിവില്ലാത്ത മുളക് പൊടിയാണ് എന്റെ പൊന്നു ഷെഫ്. ഒന്ന് കൈ മാറ്റോ? ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് കാണുന്നില്ല. ഓക്കെ ഇത് ഞാൻ ഇങ്ങനെ ആക്കുക നോക്കിയിട്ട്. ഞാനാണെങ്കിൽ ക്ലിനിക്കില് എരിവ് കുറയ്ക്കണം, മുളക് പൊടി തുടരുത് എന്നൊക്കെ പറയണ ഞാനാ. ഇത് കാശ്മീരി മുളകാണ്, അതും ഹെൽത്തിയാണ്, പിരിയ മുളകല്ല. ഓക്കെ അതും കുറച്ചിട്ടാ മതി. ഇത് ഇതൊന്ന് കുറയ്ക്കാനാ? ഓക്കെ കുറയ്ക്കാം. ഇത് എരിവ് ഉള്ള മുളക് പൊടിയാണ്. ഇത് എന്തിനാണ് നമ്മൾ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മുളക് പൊടി ഇടുന്നത്? ചുമ്മാ ഒന്ന് കളറിനോ കാശ്മീരി കളർ കിട്ടും. കുറച്ച് മുളക് മഞ്ഞപ്പൊടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പിച്ചി എടുത്ത പോലെ ഉണ്ട്. കുറച്ചിട്ടുള്ളൂ. അല്ല അത്രയല്ല, കുറച്ചുകൂടി. കറി റെഡി ആവാറായിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് കറി റെഡി ആവുന്നതായിരിക്കും. തക്കാളി നമ്മൾ അടുത്ത് ചോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? തക്കാളി എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കുറച്ചൊരു എണ്ണയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഞാൻ ആസ് ഒരു ലേമൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഇങ്ങനെ നമുക്കൊരു സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് പൾസ് നോക്കിയിട്ട് എങ്ങനെയാണ് അറിയാൻ പറ്റുക? അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു തിയറി എന്ന് പറഞ്ഞുതരാമോ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇത് വലിയ അത്ഭുതമുള്ള കാര്യങ്ങളൊന്നും അല്ല. നമുക്കിപ്പം എന്താ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ പൂർവികന്മാരായിട്ട് വൈദ്യന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് രോഗങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിനകത്ത് സിദ്ധയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധന്മാർ 4448ഓളം അസുഖങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാം? ഇവിടെ ഷെഫ് അപ്പൊ എന്തോ ചെയ്യാൻ പോയി. അപ്പൊ ഞാനൊന്ന് ചെറുതായിട്ട് അല്ലേ അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയതാ. അപ്പൊ അതെങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? വളരെ സിദ്ധിയുള്ളത് കൊണ്ടും പിന്നെ രോഗങ്ങൾ അവിടെ നിർണ്ണയിക്കാനായിട്ട് അവിടെ MRIയോ CT സ്കാനോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അപ്പൊ അവരെങ്ങനെയാണ് നാഡിയുടെ ചലനങ്ങൾ വെച്ചിട്ട്, അതായത് വാദം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ആ നാഡി ഇടുപ്പിലൂടെയാണ് പല രോഗങ്ങളും. മനസ്സിലായോ? ആദ്യത്തെ ഹാർട്ട് സർജറി ചെയ്താരാ? അത് ആരാന്ന് എനിക്കറിയില്ല. ഏത് രാജ്യത്താ? അങ്ങനെ അമേരിക്കയിലാണോ? ഇന്ത്യയിൽ ആരാ ഹാർട്ട് സർജറി ചെയ്ത? ഡോക്ടർ രാമാനുജൻ, 3 പേര്. ഡോക്ടർ അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്. അരിസ്റ്റോട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോക്രട്ടീസും പഠിച്ചിട്ടുണ്ട്. അവരുടെ എന്തൊക്കെയോ ഈ ജനറൽ നോളജ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആരാന്ന് വെച്ചാൽ ഈ കുട്ടി പറയുന്നത് ആട്ടിന്റെ സർജറി പറ്റിയായിരുന്നു. ആട്ടിന് സർജറി പറ്റുന്നുണ്ട്. ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട് കുറച്ച്. നമ്മൾ പുളിവെള്ളം ഒഴിച്ചു, പിന്നെ കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ആ ഫുള്ള് ഇട്ടോ. അപ്പം ഇച്ചിരി കട്ട് ചെയ്യും. നമുക്കിത് കട്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ
ശരിയാണ്. കുഴപ്പമില്ലായിരിക്കും അല്ലേ? നമ്മൾ വഴറ്റിയത് ശരിയായില്ലെന്ന് തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റിൽ വെണ്ടയ്ക്ക ഇടാൻ പോവുകയാണ്. അതിന്റെ തിളച്ചില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഷെഫ് ഇട്ടോട്ടെ. എല്ലാ തിരക്കും കഴിഞ്ഞ് എല്ലാ പ്രശ്നവും കഴിഞ്ഞ് സമാധാനമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാം. എന്റെ ദൈവമേ, നമുക്കത് വെണ്ടയ്ക്ക എടുത്തിട്ടാലോ? ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വെണ്ടയ്ക്ക എടുത്തിടാം. അല്ല, ഇച്ചിരി കൂടെ ഉപ്പിടാം. അല്ലെങ്കിൽ വേണ്ട, അവസാനം വെണ്ടയ്ക്ക ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഉപ്പിടണം. ഇടാം. ഓക്കെ, ഇനി നമ്മൾ ഉപ്പിടണം. പിന്നെ തേങ്ങാപ്പാലും കൂടെ നമ്മൾ ഇടണം. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക മുളകിട്ട കറി ഈസ് റെഡി. ആണോ? അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ എന്താ കഴിക്കുന്നത് നമ്മളിന്ന്? കല്ലപ്പം. കല്ലപ്പം. ഓക്കെ. കള്ളപ്പം. 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 എനിക്കും കൂടെ കറക്റ്റ് ഒരു മീൻകറിയുടെ ടേസ്റ്റ് തന്നെയുണ്ട്. ആയി അത് കറക്റ്റ് ഞാൻ കഴിക്കാം. ഇത് നമ്മൾ തീരുമാനിച്ചു. പിന്നെ അടുത്ത് എന്ത് വറക്കാനാണ് ഇപ്പൊ അതെടുത്ത് വെച്ചത്? കടുക് വറക്കണ്ടേ കുട്ടി? കടുക് വറുത്ത അതിന്റെ വേണ്ടേ? വേണം. ഇത് കടുക് വറുത്ത വെണ്ടയ്ക്ക കറിയാണ്. ശരിയാണല്ലോ. എല്ലാം റെഡി. എല്ലാം പക്ഷെ കുഴപ്പമില്ല, നമുക്ക് തേങ്ങാപ്പാലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അധികം തിളപ്പിക്കാൻ പാടില്ല എന്നാണ് ആണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇളക്കണ്ട. അല്ല, അത് വെക്കണ്ട കുറച്ചേരം കൂടി. വേണ്ട, അതിപ്പോ തന്നെ പിരിഞ്ഞു. സോറി. ഇത് ഇനി നമ്മൾ കടുക് നോക്കണേ. സമയമില്ല എന്ന് പറയുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഇതൊരു ഓക്കെ. നമ്മൾ കടുക് വറുക്കാൻ വേണ്ടി പോവാണ്. കടുക് എത്ര എണ്ണ മതിയോ? കുറച്ചുകൂടെ എണ്ണ ഇടട്ടെ. ഡോക്ടറെ, കടുകിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കടുക് വയറിന് നല്ലതാണ്. ഈ നമ്മളിപ്പോ എന്താ പറയാ, ഗ്യാസ് ഉള്ളവർക്ക് കടുക് വറുത്ത് വെള്ളം കൊടുക്കും കേട്ടോ കുട്ടി. എല്ലാം ഞാൻ ചെയ്യാം. ശരിക്കും ഷുഗർ ഉള്ള പ്രശ്നങ്ങൾ ഞാൻ ചെയ്യാം. കൊളസ്ട്രോൾ ഉള്ള പ്രശ്നങ്ങൾ ഞാൻ ചെയ്യാം. എല്ലാം പിത്തം ഞാൻ ചെയ്യാം. എല്ലാ പ്രശ്നങ്ങളും ഞാൻ ചെയ്യാം. അല്ല, എല്ലാം ഞാൻ ഗ്യാസ് എല്ലാം. ഡോക്ടർ എനിക്ക് ഒരു ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ട് ട്രൈ ചെയ്യണം. ഇതാണ് ബാക്കിയുള്ളവർ കൊടുക്കാൻ ഇത് പോരെ. പിന്നെ കടുക് നീർക്കെട്ടിട്ട് വരികയാണ് നല്ലതാട്ടോ. ഞാനൊരു നമ്മള് ക്ലിനിക്കിൽ പറഞ്ഞു കൊടുക്കാറുള്ള ഷെഫിനെ നോക്കിയാ പറഞ്ഞത്. ഞാൻ തീയൊന്നും ഇതുപോലെ നമുക്ക് വേണ്ട. അത് ഷെഫ് മതി. ചൈനീസ് ഡിഷ് ആയിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്. ഇതുണ്ടേ. അവസാനം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ കരിഞ്ഞിരിക്കും. എന്റെ പിള്ളേരെന്നെ മനസ്സിലാക്കും ഇടാല്ലേ. ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഈ മീൻകറി അല്ല, സോറി, മുളകിട്ട കറിയാണ്. ഈ കറി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിക്കുക. ടേസ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് വരുത്തരുത്. അപ്പൊ ഞാൻ വരുത്തണം. ഓ, കിട്ടിയ ഭാഗ്യം. ഉറപ്പായിട്ടും. കൈ കഴിയായിരുന്നു. ഞാൻ കൈ കഴിയായിരുന്നു. ഞാൻ അല്ലെങ്കിൽ ഇവിടുത്തെ പണികളായിരുന്നു ചെയ്തോണ്ടിരുന്നത്. എന്താണിത്? ഒരു മിനിറ്റ് ഇട്ടാ നിങ്ങൾ. ഞാനാ വയറത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു വെയിറ്റ് ഒക്കെ ചെയ്യണം. അത് ചൂട്. ഡോക്ടറുടെ കപ്പൽ ഇവിടെ അടിക്കുന്നുണ്ട്. തരട്ടെ. ആദ്യം ഞാന് ഡോക്ടറെ കൊടുക്കട്ടെ. ചൂടുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഷെഫ് കഴിക്കുമോ? ഞാൻ അപ്പൊ ഞാൻ വരുത്തുന്ന ഷെഫ് കഴിക്കില്ല. അടിപൊളി. അത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു അല്ല, ഉള്ളെന്ന് വന്നതാ. കഴിച്ചപ്പ തന്നെ. ഇങ്ങനൊക്കെ കറി വെക്കാമോ? സത്യം, വെണ്ടയ്ക്ക വെച്ച് ഇങ്ങനെ പറ്റുമെന്ന് തോന്നുന്നു. ഇത് നമുക്ക് കോവയ്ക്ക വെച്ച് പറ്റുമോ? കോവയ്ക്ക വെച്ചും പറ്റും. ഷെഫിന്റെ അത്രയും അടിപൊളിയായിട്ട്. താങ്ക് യു. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കട്ടെ? നിങ്ങളെന്താ എന്നോട് പറയാത്ത കഴിക്കാൻ? അല്ലെങ്കിൽ ശരിക്കും വയറിന്റെ പ്രശ്നം. ഒരു മീൻകറി, നല്ല വെജിറ്റേറിയൻ മീൻകറി ആയിട്ടുണ്ട്. നല്ല വെണ്ടയ്ക്കാന്ന് തോന്നുന്നില്ല കഴിക്കുമ്പോ. അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. കിട്ടുന്നില്ല. ഇനി അതേപോലെ തന്നെ ഷെഫ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇങ്ങനെ വിളമ്പുന്നു. എനിക്ക് തോന്നുന്നു ഇതിന്റെ കളർ ചെറുതായിട്ടൊരു മുട്ട റോസ്റ്റിന്റെ കളർ ആയിപ്പോയി. കളറ് മീൻകറി അല്ല, ടേസ്റ്റ് മീൻകറിയുടെ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അയ്യോ, അത്ര ഭംഗിയിൽ ഒഴിക്കാൻ എനിക്കറിയില്ല. വെണ്ടയ്ക്കയും കൂടെ എടുത്തിടാം.
വെണ്ടയ്ക്ക എവിടെ വെണ്ടയ്ക്ക കാണുന്നില്ലല്ലോ. ഓക്കെ, ഇനി ഡോക്ടർ ഞാൻ തരാം, ഞാൻ തരാം. സ്പെഷ്യൽ ഷെഫ് കഴിക്കണ്ട. ഷെഫ് കഴിക്കും. കഴിച്ചു നോക്കാൻ കൈപ്പുണ്യമുള്ള ഡോക്ടറാണ്. കൈപ്പുണ്യ ഡോക്ടറാ. അതെ, ഇത് മറ്റേ കുറെ കാലത്തിന് ശേഷമായിരിക്കും ഡോക്ടർ അവസാനം ഈ എക്സാമിനൊക്കെ എടുത്ത് ടെൻഷൻ അടിച്ചിരുന്ന 5th ഇയർ എക്സാം ഒക്കെ കഴിഞ്ഞ സമയത്തായിരിക്കും. ഇപ്പൊ ഇതാ പിന്നെയും അല്ലെങ്കിൽ ഈസി ചുമ്മാ മുട്ടക്കറി പോലെ തന്നില്ലേ? ഇല്ല, ഞങ്ങൾ പറയൂല. ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് രണ്ടും. അതല്ലേ ഞാൻ പറഞ്ഞില്ല. നമ്മൾ വന്നില്ലാന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. കറി നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാം. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ രണ്ടും ഒരേപോലെ അല്ല ഇരിക്കണത്. രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റുകളാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്തൊക്കെയോ വേറെ കാണിച്ചിട്ടുണ്ട്. ഉണ്ടാവും. അതാണ് അത് എപ്പിസോഡ് കണ്ടാലേ അറിയാം, മനസ്സിലാവുള്ളൂ എന്തൊക്കെയാ മാറ്റി ചെയ്തേക്കുന്നുള്ളത്. ഒതുക്കാം. യാതൊരുവിധ ദോഷവും സ്കിന്നിന് വരാത്ത, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത നമ്മുടെ ഡോക്ടർമാര് നേതൃത്വത്തിലുള്ള നമ്മുടെ അല്ലുറെക്സിയറിന്റെ ആയുർവേദ പ്രൊഡക്ട്സ് ആണ്. അടുത്ത് നമ്മുടെ കേരളത്തിന്റെ തനത് രുചി, മനസ്സിനെന്നും സംതൃപ്തി, നമ്മുടെ പയോളി മിക്സ്ചർ ആണ്. എല്ലായിടത്തും ഡെലിവറി ഉണ്ട്, അവൈലബിൾ ആണ്. എന്ത് മിക്സ്ചർ? അതെ, ഒരു 4 മാസത്തേക്ക് ഇനി അങ്ങോട്ട് പുട്ടുണ്ടാക്കി ഹസ്ബൻഡും വൈഫും ഈ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പുട്ടുപൊടിയാണ്. മേജർ പുട്ടുപൊടിയാണ്. ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്. 3 മാസം ഈ പുട്ടുപൊടി വേണ്ടി വരും. വെണ്ടയ്ക്ക കറി. യെസ്, കറക്റ്റ്. കുഞ്ഞുങ്ങളുടെ പൂമേനിക്ക് സുഗന്ധം പകരം നമ്മുടെ പൈതൃക വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ്. കുട്ടികളുടെ മുഖത്തൊക്കെ പരട്ടാം. അതെ, കുഞ്ഞൊരു ഡോക്ടറിന് 2.5 വയസ്സുള്ളൊരു പാവയുണ്ട്, 4 വയസ്സുള്ളൊരു മോനുണ്ട്. അടുത്ത നമ്മുടെ LGO ബ്രാൻഡിന്റെ CP ടാപ്സ് ആൻഡ് ബാത്ത് വെയർസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അടുത്ത നമ്മുടെ ബി നാനേന്റെ കേരള പ്രീമിയം ബനാന ചിപ്സ് ആണ്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫ്ലേവേഴ്സ് ഉണ്ട്. പെറി പെറി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് ഹണി, ഇങ്ങനെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാം ഡോക്ടർ അങ്ങോട്ട് ഇത് കഴിക്കണം. ഇത് കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ കേരളത്തിലെ ഇമിറ്റേഷൻ ഗോൾഡ് മേക്കേഴ്സ് ആയിട്ടുള്ള നയ ഗോൾഡ്, മേര ഗോൾഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പാലക്ക അങ്ങനെ ഒരു കുറെ ട്രഡീഷണൽ ജ്വല്ലറീസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ലൊരു സത്യം ഞാൻ ആലോചിച്ചു. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്തു തരും. അപ്പൊ അത്രയും അതുപോലെ തന്നെ ഇത് വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അല്ലേ? വെബ്സൈറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ സംഭവ ബഹുലമായിട്ടുള്ള എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ളൊരു, എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പ്രൊഫഷണൽ നിന്നിട്ട് ആദ്യമായിട്ടുള്ള ഒരു ഗസ്റ്റ് ആയിരുന്നു. അതെ, മാജിക്കൽ ആയിട്ടുള്ളൊരു നമ്മുടെ ഡോക്ടർ ആയിരുന്നു. അതിന് നമ്മൾ ഇന്ന് ഡോക്ടർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നോൺ വെജ് ഫുഡ് ഒന്നും അല്ല ഇന്ന് ഉണ്ടാക്കി. നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട മുളക് കറിയാണ് ഉണ്ടാക്കിയത്. തന്നെ അത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് നമുക്ക് വേഗം ഒന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പുട്ട് തന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു പുട്ടിന്റെ കൂടെ ഉറപ്പായിട്ട് വീട്ടിലുണ്ടാക്കും. പക്ഷെ അത് നമ്മൾ ഡിഫറെന്റ് ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതെ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് നമ്മൾ ഡോക്ടറിനെ ഇങ്ങനെ വെറുതെ വിടാനൊന്നും നമുക്ക് പ്ലാൻ ഇല്ല. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡും കൂടെ കൊണ്ടുവന്ന് നമുക്ക് കുറച്ചുകൂടെ പണിയെടുപ്പിച്ചിട്ട് വിടാം അല്ലെ? നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡ് വീണ്ടും പുതിയൊരു അടിപൊളിയായിട്ടുള്ള ഫുഡ് ആയിട്ടാണ് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ, ഡോക്ടർ കൃഷ്ണപ്രിയ. ബൈ ബൈ.